ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി റാവൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ മുമ്പ് ഒരു ദിവസം തേങ്ങ വറുത്തരച്ച് ചേർക്കുന്ന ഒരു ഇഞ്ചിക്കറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെയല്ല, നമ്മൾ തേങ്ങ ഒട്ടും തന്നെ ചേർക്കാതെ ചെയ്തെടുക്കുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ട് വട്ടത്തിൽ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടുന്നത് ചുമന്നുള്ളി. കുറച്ച് ചുമന്നുള്ളി ഞാൻ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു ശകലം തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണ്, ഒരു 3 പച്ചമുളകും ഇതിലേക്ക് ചേർക്കാനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ആദ്യം ഈ ഇഞ്ചി ഒന്ന് വറുത്ത് കോരാം. അപ്പം നമ്മുടെ പാത്രം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒരുവിധം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂക്കണം. നമുക്ക് പൊടിച്ചെടുക്കാനായിട്ടാണ് വേണ്ടത്. അപ്പം അതേ ഒരു പാകത്തിന് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു കാര്യം കൂടി ഈ സമയത്ത് കൂട്ടിച്ചേർക്കുകയാണ്. നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് പിഴുപുളി വേണം. ഞാനത് ഒരു ശകലം എടുത്ത് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഞ്ചി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പൊടിക്കാനൊക്കെയുള്ള പാകത്തിനുള്ള മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങ് എണ്ണയിൽ നിന്ന് കോരാം. ഇനി നമ്മൾ ഇഞ്ചി വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നല്ലതുപോലെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ആദ്യം തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്തൊന്ന് മൂത്തിട്ട് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം. അപ്പം നമുക്കിനി ബാക്കി ചേരുവകളെല്ലാം ഇതിലേക്കിട്ട് നല്ലതുപോലെ നല്ലൊരു ബ്രൗൺ കളറാകുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉള്ളി ഒന്ന് എളുപ്പം വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയും ഉള്ളിയും എല്ലാം നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതാണ് പാകം. കണ്ട ഈ ഒരു പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്, നിങ്ങളുടെ കൈവശമുള്ള മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് ചേർക്കാം. നമ്മൾ ആദ്യം പച്ചമുളക് ചേർത്തെങ്കിലും അത് വലിയ എരിവുള്ള പച്ചമുളകായിരുന്നില്ല. അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇപ്പം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അധികം വേണ്ട. മുളക് പൊടി എടുത്തതിൻ്റെ പകുതി അളവോളം മതിയായിരിക്കും മല്ലിപ്പൊടി. ഇതിൻ്റെ പച്ച ചുവയൊന്ന് മാറി കിട്ടുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ഒരു അല്പം ഉലുവാപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഈ പൊടിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇഞ്ചിക്കറി ഒന്ന് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട്. മൺപാത്രം തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒരു മൺകലമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഉള്ളിയും എല്ലാം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയെല്ലാം നമ്മൾ ആ പുളിവെള്ളത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരിയ ഇഞ്ചി ഞാൻ ദേ ഈ ഒരു പാകത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്തതിന് ശേഷം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ശകലം ശർക്കരയാണ്. ഒരു ചെറിയ അളവിൽ മതി. അതിൻ്റെ എരിവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ടായിട്ട് ശർക്കര ചേർക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം ഒരു 10-15 മിനിറ്റോളമായി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. നല്ലതുപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന്റെ തിക്നെസ് നമുക്ക് നല്ല കുറുകിയിരിക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി അടുപ്പത്ത് വയ്ക്കുക. അതല്ല ഈ ഒരു പരുവം മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വാങ്ങാം. പിന്നെ അത് മാത്രമല്ല, ഇത് കുറച്ച് സമയം ഒന്ന് തണുക്കുമ്പോഴത്തേന് കുറച്ചുകൂടി ഒന്ന് കുറുകും. ഉണ്ടോ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരിക്കുമെന്ന്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എന്തായാലും നമുക്കിനി ഇതിപ്പോൾ തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി എല്ലാം നല്ലതുപോലെ കുറുകി നല്ല പാകമായിട്ടിരിപ്പുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ഞാൻ ഇനി പ്രത്യേകിച്ച് താളിച്ചൊന്നും ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും തേങ്ങ കൊത്തും ഒക്കെ വഴറ്റിയ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കടുക് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പം ഞാൻ എന്തായാലും ഇനി ഇതിപ്പോൾ പ്രത്യേകിച്ച് താളിക്കുന്നൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിനി മാറ്റാം, അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം പ്ലീസ്. അപ്പം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.